ചോദ്യം നിങ്ങൾ ഈ ഒരു സമയത്തൊട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ചോദ്യമായിരിക്കും അല്ലേ. അതായത് നിങ്ങളുടെ +1 എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ +2ൻ്റെ റിസൾട്ടൊക്കെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ കുറേ മക്കൾ അതിനിടയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു +1ൻ്റെ അപ്ഡേറ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഈ ഒരു +1 ജേർണി എന്ന് നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് പല ആൾക്കാരും ചിലപ്പോൾ പലതരത്തിലായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്. ചില ആൾക്കാർ പറയുന്നുണ്ടാവും ഒരു ലാസ്റ്റിലേക്ക് എത്തിയ സമയത്താണ് +1 അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി എങ്ങനെ ഡീൽ ചെയ്യേണ്ടതെന്ന് മനസ്സിലായത്, ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് മനസ്സിലായത്. തുടക്കത്തിലേ പഠിക്കണം എന്ന് എല്ലാ ടീച്ചേഴ്സും ഒരേപോലെ ഒരേ സ്വരത്തിൽ ഉറപ്പിച്ച് പറഞ്ഞിട്ടും അത് ശ്രദ്ധിക്കാതെ പോയതിൻ്റെ വിഷമങ്ങൾ നിങ്ങളുടെ എക്സാം ഹാളിൽ എത്തിയപ്പോഴായിരിക്കും മനസ്സിലായത്. ലാസ്റ്റ് മിനിറ്റുള്ള യൂട്യൂബ് ലൈവുകൾ മാത്രം ആശ്രയിച്ചിരുന്നപ്പോൾ നിങ്ങളുടെ എക്സാം ഹാളിൽ എത്തിയിട്ട് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടി പറ്റാത്ത മക്കളുണ്ടായിട്ടുണ്ടാവും. ആ ഓർമ്മ വന്നിട്ട് പോലും അത് എഴുതി ഫലിപ്പിക്കാൻ വേണ്ടി പറ്റാതെ പോയ മക്കളുണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങൾ. പക്ഷേ കുറച്ച് പേര് പറയുന്നുണ്ടാകും നല്ല പോലെ പോയി, നമ്മൾ ഫസ്റ്റ് തന്നെ പഠിച്ചതുകൊണ്ട് ആ ഒരു ഫ്ലോയിൽ പോയതുകൊണ്ട് നല്ല പോലെ പോയി എന്ന് പറയുന്നുണ്ടാവും. പക്ഷേ എന്തായാലും നമുക്ക് ഈ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എൻ്റെ കുട്ടികളെല്ലാവരും പോകാൻ വേണ്ടി പോകുന്നത് എങ്ങോട്ടേക്കാണ്? നിങ്ങളുടെ ജേർണി എന്ന് പറയുന്നത് ഇനി +2ലേക്കാണ്. അപ്പോൾ +2 എന്ന് പറയുന്നത് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. +2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ +1നേക്കാൾ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ +1 പോലെ അല്ല +2. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ +1ൽ നിങ്ങൾക്ക് റെക്കോർഡ് വർക്ക് തുടങ്ങിയിട്ടില്ല, +1ൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം ഉണ്ടായിട്ടില്ല, +1ൽ നിങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല അല്ലേ. ഈ എല്ലാ കാര്യങ്ങളും കൂടി ഒരുമിച്ച് വരുമ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, തുടക്കത്തിൽ തന്നെ +2 പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ +2 എക്സാം കൊള്ളാവും, ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് പഠിക്കാൻ പറ്റില്ല, പ്രാക്ടിക്കൽ എക്സാമിന് പഠിക്കാൻ പറ്റില്ല, റെക്കോർഡ് വർക്ക് തീരില്ല. ഇതെല്ലാം കൂടെ ആയിട്ടുള്ളൊരു സ്ട്രെസ്സ് നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതലായിരിക്കും. ഇത് മിസ്സ് ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് അയ്യോ മിസ്സ് വെറുതെ പറയണം, എപ്പോഴും പറയുന്നതല്ലേ, ടീച്ചേഴ്സ് അങ്ങനെ പറയുള്ളൂ, അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കസിൻസോ നിങ്ങളുടെ ചേട്ടന്മാരോ ചേച്ചിമാരോ സീനിയേഴ്സോ അവരോടൊന്ന് ചോദിച്ചു നോക്കൂ എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ +2 ജേർണി. അത് നേരത്തെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് അവർക്ക് കിട്ടിയിട്ടുണ്ട്, അത് നേരത്തെ തുടങ്ങിയിട്ടില്ലെങ്കിൽ എന്തൊക്കെ അപകടങ്ങളിലേക്ക് എത്തിച്ചെല്ലാം എന്നുള്ളത് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നിങ്ങൾ ഐഡിയലി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ +2 സിലബസ് നിങ്ങൾ ഏകദേശം ഡിസംബറോട് കൂടി തന്നെ തീർത്തിരിക്കണം. കമ്പൽസറി ആയിട്ട് നിങ്ങളുടെ +2 സിലബസ് നിങ്ങൾ ഡിസംബറോട് കൂടി തീർത്തിരിക്കണം. കാരണം അതിനുശേഷം നിങ്ങൾക്ക് റെക്കോർഡ് വർക്ക്സും കാര്യങ്ങളൊക്കെ ആവും. ജനുവരി അങ്ങനെ ബിസി ആവും. നിങ്ങൾക്ക് ജനുവരിയോട് കൂടി തന്നെ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങും. ആൻഡ് ഫെബ്രുവരിയോട് കൂടി നിങ്ങളുടെ മോഡൽ എക്സാം ഉണ്ടാകും. മാർച്ചിൽ നിങ്ങളുടെ പബ്ലിക് എക്സാം ഉണ്ടാകും. ജനുവരിയോട് കൂടി തന്നെ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം മിക്കവാറും കംപ്ലീറ്റ് ആവും. അപ്പം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് മാനേജ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. ഇതിൻ്റെ കൂടെ നിങ്ങൾ +2 കൂടെ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ആ സമയത്ത് പോയിരുന്ന് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങുന്നത് ഇപ്പോൾ സപ്പോസ് മെയ്യിൽ തുടങ്ങുകയെന്ന് കരുതാം. ഓക്കെ, മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ 8 മാസമാണുള്ളത്. ഓക്കെ, ചില സ്കൂളുകളിൽ മെയ്യിൽ തുടങ്ങും, ചില സ്കൂളിൽ ജൂണിലായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് 7 മാസമായിട്ട് ചുരുങ്ങി. അപ്പോൾ ഈ സമയം നിങ്ങൾ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് തന്നെ നിങ്ങളുടെ +2 കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. നിങ്ങളിത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ +1ൽ അനുഭവിച്ചതിൻ്റെ സ്ട്രെസ് ആയിക്കോട്ടെ, ടെൻഷൻ ആയിക്കോട്ടെ, പേടി ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ ഡബിൾ ആയിരിക്കും +2ൽ. ഇത് വെറുതെ പറയുന്നതല്ല. ഇപ്പോൾ പറഞ്ഞ ഈ പ്രാക്ടിക്കൽ, മോഡൽ, റെക്കോർഡ്, പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ്, ഇതെല്ലാം ഇതിൻ്റെ ഇടയിൽ പെടും. അപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ തന്നെ പഠിക്കാം. അത് നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്ത്, നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന സ്ഥലത്ത്, നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പറഞ്ഞ സമയത്ത് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലത്ത്, നിങ്ങളെ ഏറ്റവും നന്നായിട്ട് നിങ്ങളുടെ ഇപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലാക്കുന്ന മാത്രമല്ല ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലായിക്കോട്ടെ, എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നതായിക്കോട്ടെ, ഇതിൽ ശ്രദ്ധിക്കുന്ന സ്ഥലത്ത്, ഇങ്ങനൊരു സ്ഥലം നിങ്ങൾ പഠിക്കാം. അത് നിങ്ങൾക്ക് എക്സാമിനറാണ് ചോയ്സെങ്കിൽ, നിങ്ങളുടെ മുന്നിൽ ഒത്തിരി ചോയ്സുകളുണ്ട്, ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, അതിൽ ഏതും നിങ്ങൾ ചൂസ് ചെയ്യാം. പക്ഷേ ഒരൊറ്റ കാര്യം മിസ് കമ്പൽസറി ആയിട്ട് പറയുന്നു, സ്റ്റാർട്ടിങ് മുതൽ തന്നെ പഠിക്കണം. അതിൽ എക്സാമിനറാണ് നിങ്ങളുടെ ചോയ്സെങ്കിൽ, ഞങ്ങളുടെ കൂടെയാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, മിസ്സും അലൻ സാറിൻ്റെ ഒക്കെ കൂടെയാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഒരേ ബാച്ചിൽ ജോയിൻ ചെയ്യാം. 26-നാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 5990 ആണ് നമ്മുടെ ബാച്ചിൻ്റെ ഫീ. നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളും എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകളും PYQ വീഡിയോ സൊല്യൂഷനും PDF ക്ലാസ് നോട്ട്സും വർക്ക്ഷീറ്റും എക്സാമും ഒക്കെ വെച്ച് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇതൊക്കെ വെച്ച് എൻ്റെ കുട്ടികൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഫുൾ ബുക്ക് സെറ്റ് ഉണ്ട്. ബുക്ക് സെറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, അതുപോലെ ഷോർട്ട് നോട്ട് ആയിക്കോട്ടെ, NCERT ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, യൂണിറ്റ് ടെസ്റ്റ് ആയിക്കോട്ടെ, മൈൻഡ് മാപ്പ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ടാവും. ഇതൊക്കെ വെച്ച് എൻ്റെ കുട്ടികൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴേക്കാന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൊമേഴ്സ് ആണെങ്കിൽ ജ്വാല ബാച്ച് ഉണ്ട്. ഇനി +1ൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഓൾറെഡി നീറ്റ് JEE പോലത്തെ എക്സാംസിനൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ +1 പഠിച്ച സ്ഥലത്ത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ്
കോൺഫിഡൻസ് കിട്ടുന്നില്ല, അതൊന്ന് മാറി ചിന്തിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വേദ ബാച്ചും ഉണ്ട്. അതായത് +2ൻ്റെ കണ്ടൻറ്റിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നീറ്റും അതുപോലെ തന്നെ JEE ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ +1 ബാച്ച് സ്റ്റുഡൻസിൻ്റെ റിസൾട്ടാണ്. ഇത് നമ്മുടെ +2 ടോപ്പേഴ്സിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ ഇതേപോലത്തെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ പഠിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ തീർത്ത് നിങ്ങൾക്ക് +2 സ്മൂത്തായിട്ട്, നിങ്ങളുടെ സ്കൂൾ ലൈഫിലെ ലാസ്റ്റ് കാര്യമാണ് അല്ലേ, അത് സ്മൂത്തായിട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്.